ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടയ്ക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം 6ൻ്റെ ഏറ്റവും പുതിയ ചില എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകളിലേക്ക് സ്വാഗതം. ജിൻഡോയുടെ ഫാമിലി വന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിരുന്നു. എന്നാൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ, ജിൻഡോയുടെ ഫാമിലിക്ക് ഒരു തണുത്ത സ്വീകരണം കൊടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പർപ്പസ്ഫുള്ളി ജിൻഡോയുടെ ഫാമിലിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നൊരു തോന്നൽ പേഴ്സണലി എനിക്ക് തോന്നി. കഴിഞ്ഞ സീസണിലെ അഖിൽമാരാരുടെ, അതായത് ഏറ്റവും അധികം വോട്ടുള്ള വ്യക്തി അഖിൽമാരാറായിരുന്നു. അഖിൽമാരാരുടെയൊക്കെ ആ ഒരു ഫാമിലിയുടെ എൻട്രി വളരെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അത്രയും ആൾക്കാരുടെ ഇടയിലേക്ക് അത് ഇറങ്ങിയത്, അത്രയും അധികം ട്രെൻഡിങ് ആകുകയും ചെയ്തത്. അതൊരിക്കലും കണ്ടസ്റ്റൻ്റായ അഖിലിൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയോ കഴിവൊന്നുമല്ല, ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ റിസൾട്ടാണ് അവിടെ കിട്ടിയത്. എന്നാൽ ഇത്തവണ ആ രീതിയിലുള്ള ഒരു ക്രിയേഷൻ ഇവിടെ നടന്നിട്ടില്ല. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. വളരെ തണുത്ത രീതിയിലാണ് ജിൻഡോയെ പോലുള്ള ഒരു വ്യക്തിയുടെ ഫാമിലിയെ കൊണ്ടുവന്നത്. ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത് ജാസ്മിൻ്റെ ഫാമിലിയെ ഏത് രീതിയിൽ ഇവർ അവതരിപ്പിക്കുമെന്നുള്ളതാണ്. പൊതുവേ ഈ സീസണിൽ ഫാമിലി ടാസ്ക് നേരത്തെ ആയിപ്പോയി. അതുപോലെ തന്നെ പ്രത്യേകിച്ച് സസ്പെൻസുകളൊന്നുമില്ലാതെയാണ് പലരെയും കൊണ്ടുവരുന്നത്. നന്ദനയുടെയൊക്കെ മാത്രമാണ് ചില വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുവന്നത്. ഏറ്റവും ഒടുവിലിരുന്ന് ജാസ്മിൻ്റെ ഫാമിലി ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജാസ്മിൻ്റെയും റസ്മിൻ ബായിയുടെയും ഫാമിലി ഒരുമിച്ചെത്തിയേക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ അപ്സരയുടെ ഫാമിലി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഏറ്റവും അധികം പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജാസ്മിൻ്റെ വാപ്പ ജാഫർക്ക വരുന്നില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് പറയാറായിട്ടില്ല. ജാസ്മിൻ്റെ ഉമ്മയും ബ്രദറുമാണ് വരുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ റസ്മിൻ ബായി എവിക്റ്റായി ഫാമിലിയോടൊപ്പം ഈ ആഴ്ച ഒരേ ഫ്ലൈറ്റിൽ മടങ്ങുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പലരും അത് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ആ പ്രതീക്ഷയ്ക്കും മങ്ങലേൽക്കുന്ന ചില സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാമിലി വീക്ക് പ്രമാണിച്ച് ഈ ആഴ്ചത്തെ എവിക്ഷൻ ഒഴിവാക്കപ്പെട്ടേക്കാമെന്ന സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ റസ്മിൻ ബായി സേവ് ആവും. അല്ലെങ്കിൽ റസ്മിൻ ബായിയോ അല്ലെങ്കിൽ ഋഷിയോ അപ്സരയുമാണ് ഏറ്റവും വോട്ടിങ്ങിൽ പിന്നിൽ നിൽക്കുന്നത്. ഇവർ മൂവരുമാണ് ഏറ്റവും വലിയ മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നത് പുറത്തു പോകണമെന്ന കാര്യത്തിൽ. ഇവർ 3 പേരും സേവ് ആവും. അങ്ങനെയെങ്കിൽ അടുത്ത് വരുന്ന മണി ബോക്സ് ടാസ്കിൽ തീർച്ചയായും നമ്മുടെ റസ്മിൻ ബായിക്ക് കളിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കും. ഒരുപക്ഷെ നന്ദനയ്ക്ക് മണി ടാസ്കിൽ വിൻ ചെയ്ത് ഇറങ്ങിപ്പോകണമെന്നായിരിക്കാം പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഒരു വീട് പോലും ഇല്ലാത്തൊരു കുട്ടിയാണ്. എന്നാൽ റസ്മിൻ ബായി അവിടെ വരുമ്പോൾ തീർച്ചയായും വളരെ ലക്കിലി ഇവിടം വരെ വന്ന ഒരാളാണ് റസ്മിൻ ബായി. റസ്മിൻ ബായി ഒരുപക്ഷെ മണി ബോക്സ് കരസ്ഥമാക്കാനുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നുണ്ട്. എനിവേ ഈ ആഴ്ചത്തെ എവിക്ഷൻ ഒഴിവാക്കുകയാണെങ്കിൽ തീർത്തും ദുഃഖകരമായ ഒരവസ്ഥയായിരിക്കും ഇനി അങ്ങോട്ട് നമുക്ക് കാണാൻ സാധിക്കുക. എനിവേ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.